കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമിയാണ് വാസ്തുയോഗ്യമായ ഭൂമിയായിട്ട് വാസ്തുവിൽ പറയുന്നത്. കന്നിമൂല ഭാഗത്ത് കിണറും പാടില്ല, ബോർവെല്ലും പാടില്ല. മെയിൻ ഡോറിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഒരു സ്റ്റെയർ കേസ് കാണുന്നത് ഫംഗ്ഷു പ്രകാരം നല്ലതല്ല. പല വീടുകളിൽ നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അവരവരുടെ ഭാഗ്യ ദിക്കുകളിലേക്ക് നമ്മൾ നോക്കിയിരിക്കുകയോ ആ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാം നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ ഏകദേശം 20 വർഷത്തോളമായല്ലോ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വാസ്തു എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വീടാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവോ? അത് എങ്ങനെയാണ്? നമുക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മൾ ഗേറ്റിന്റെ സ്ഥാനമാണല്ലോ. അപ്പൊ ഗേറ്റ് ശരിയായ ദിശയിലാണോ നിൽക്കുന്നത്? അപ്പൊ ഇതിന് എല്ലാത്തിനും ഓരോ കണക്കുകൾ വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു ദിക്കിനനുസരിച്ചിട്ടാണ് അതിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ കിഴക്ക് ദർശനമായ ഒരു വീടാണെങ്കിൽ അതിന്റെ ഉച്ചത്തിലാണോ നിൽക്കുന്നത്? അപ്പൊ ഈ ഉച്ച നീച്ചങ്ങളൊക്കെ ഒരുപാട് പ്രോഗ്രാംസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. കിഴക്കോട്ടാണെങ്കിൽ കിഴക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണോ ഗേറ്റ് നിൽക്കുന്നത്? അപ്പൊ അത് തെറ്റായിട്ടാണെങ്കിൽ അപ്പൊ അവിടെ തന്നെ വാസ്തു തെറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഭൂമിയുടെ ചരിവ് നോക്കിയിട്ടും അതിന്റെ വാസ്തു നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാം. കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമിയാണ് വാസ്തുയോഗ്യമായ ഭൂമിയായിട്ട് വാസ്തുവിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കിണറിന്റെ സ്ഥാനം. നമുക്ക് പുറമേയുള്ള കാര്യങ്ങൾ കണ്ടുകേട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് പുറമെ നമുക്ക് ഈ കിണർ എവിടെ വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പൊ പലരും തെറ്റായിട്ടുള്ളൊരു കാര്യം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിന്റെ അതേ പ്രാധാന്യം ബോർവെല്ലിന് കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു കന്നിമൂല ഭാഗത്ത് കിണർ പാടില്ല, അപ്പോഴത്തേക്ക് അവർ കിണറേ നോക്കുന്നുള്ളൂ. കന്നിമൂല ഭാഗത്ത് ഒരു ബോർവെൽ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കിണറല്ലേ പാടില്ല എന്ന് പറഞ്ഞാൽ ബോർവെൽ ആകാലോ എന്ന് വിചാരിക്കുന്നത് അല്ല, അത് തെറ്റാണ്. ഇപ്പൊ കന്നിമൂല ഭാഗത്ത് കിണറും പാടില്ല, ബോർവെല്ലും പാടില്ല. അപ്പൊ കിണറ്റിന്റെ അല്ലെങ്കിൽ ബോർവെല്ലിന്റെ സ്ഥാനം ശരിയാണോ നോക്കാം. അതുമൂലം ആ വീടിന്റെ വാസ്തു അതായത് കന്നി കുഴിഞ്ഞ ഭൂമിയായിപ്പോയി. മറ്റത് ഇതെന്ന് പറഞ്ഞാൽ ഈശാനമാണ് താഴേണ്ടത്, അപ്പൊ ഈശാന്യത്തിലാണ് കിണർ വരേണ്ടത്. അപ്പൊ അങ്ങനെ കിണറിന്റെ സ്ഥാനങ്ങളെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കടക്കുമ്പോൾ ആ ഭൂമിയിൽ ആ എവിടെയാണ് വീടിരിക്കുന്നത്, അപ്പൊ ആ ഭൂമിയിൽ വീടിരിക്കേണ്ടതായിട്ടുള്ള ചില കണക്കുകളുണ്ട്. ഒരു വലിയ വസ്തു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഈശാന കോണിലോ അല്ലെങ്കിൽ പിന്നെ കന്നിക്കോണിലോ ആണ് വീട് വരേണ്ടത് വലിയ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം. അതല്ല ചെറിയ ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തെക്ക് പടിഞ്ഞാറ് ചേർന്ന് വീടിരിക്കണം. അപ്പൊ അതെല്ലാം മാറിയാണോ വീടിരിക്കുന്നത്? അപ്പൊ ഇത്തരം കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കിയിട്ട് എന്റെ വീടിന്റെ വാസ്തു ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വീട്ടിലേക്ക് കടക്കുമ്പോൾ വീടിന്റെ പ്രധാന ഡോറിന്റെ സ്ഥാനം അതും ഉച്ചത്തിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ നേരെ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. അത് വാസ്തുവിലും പറയുന്നുണ്ട്, ഫംഗ്ഷുവിലും പറയുന്നുണ്ട്. മെയിൻ ഡോറിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഒരു സ്റ്റെയർ കേസ് കാണുന്നത് അത് വാസ്തു ഫംഗ്ഷു പ്രകാരം നല്ലതല്ല. അത് കഴിഞ്ഞ് അതിനൊക്കെ തന്നെ പിന്നെ അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് അഗ്നികോണിലെ അടുക്കളയാണ് ഏറ്റവും ശുഭകരമായിട്ട് വാസ്തുവിൽ പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ വായു കോണിലേക്ക് എടുക്കാം. അപ്പൊ അത് അടുക്കളയുടെ സ്ഥാനം. പിന്നെ കന്നിമൂല ഭാഗത്ത് അവർക്കൊരു ബെഡ്റൂം വന്നിട്ടുണ്ടോ? ഈ വീടിന്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഇത് വന്നിട്ടുണ്ടോ? അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ട് ആ വീട് വാസ്തു പ്രകാരം കറക്റ്റ് ആണോ അല്ലയോ, വാസ്തുദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പല വീടുകളിൽ നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ചില വീടുകളിൽ നമുക്ക് കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അത് ക്ലോസ് ചെയ്ത് പോയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ നോക്കുകയല്ല, കാരണം അവിടുത്തെ ഒരു എനർജി നമ്മളുമായിട്ട് ഇതാകുന്നില്ല. കാരണം അത്രത്തോളം നെഗറ്റീവ് ഒരു എനർജി ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ പല കാരണങ്ങളാൽ ഒരു വീടിന്റെ വാസ്തു ശരിയാണോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സർ, ഇൻ കേസ് ഇതൊന്നും ഫോളോ ചെയ്യാതെയാണ് ഒരാൾ വീട് വെച്ച് പോയത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഉള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാത്ത വിധം അതിൽ കറക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഭൂമിയിൽ അതിന്റെ യഥാസ്ഥാനത്തല്ല ഇത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഗേറ്റുകളുടെ സ്ഥാനമോ ഡോറുകളുടെ സ്ഥാനമോ മാറ്റി വന്നിട്ടുണ്ടെങ്കിലും അതിനും അതിൻ്റെതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വാസ്തു കൺസൾട്ടിങ്ങിനോടൊപ്പം തന്നെ ഫംഗ്ഷു കൺസൾട്ടിങ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫംഗ്ഷു കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞാൽ നമ്മൾ എത്ര ഡിഗ്രിയാണ് വീട് ഫേസ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കോമ്പസിന്റെ അതിന്റെ ഡിഗ്രി എടുത്തോണ്ട് അതിന്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കും. നമ്പർ എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് ഇപ്പൊ വാസ്തുപ്രകാരം ആ പിന്നെ ഉച്ചത്തിലല്ല ഡോർ നിൽക്കുന്നെങ്കിലും ഫംഗ്ഷു പ്രകാരം ആ ഡോർ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല സ്റ്റാർ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെല്ലാം മോശം സ്റ്റാറാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട്, പരിഹാരങ്ങളെല്ലാം പറയുന്നത് ഒന്നുകിൽ സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള പരിഹാരങ്ങളാണ് പറയുന്നത്. ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സിംബോളിക് ആയിട്ടുള്ളതുകൊണ്ട് എലമെന്റ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ എല്ലാ വീടുകളിലും സിംബോളിക് ആയിട്ട് ഒരു പക്ഷെ അവർ ചെയ്യാനായിട്ട് സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ നമുക്ക് എലമെന്റ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. എലമെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് വീടും കറക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ക്ലാസിക് ഫംഗ്ഷയുടെ ഭാഗമാണ്.
ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ എലിമെന്റ്സ് എന്ന് അല്ലെങ്കിൽ ടൂൾസ് എന്ന് നമ്മൾ പറയില്ലേ, അതിന് പകരം ഇപ്പം ചുമരിന്റെ കളറോ അങ്ങനെയൊക്കെ മാറ്റി തീർച്ചയായിട്ടും ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ 5 എലമെന്റ്സിന്റെ ഒരു തിയറിയാണ് നമുക്കുള്ളത്. ഉം, അപ്പോഴത്തേക്ക് ഈ ഓരോ എലമെന്റ് ഓരോ നിറങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉം. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇന്ന ഒരു എലമെന്റ് വെക്കുന്നതിന് പകരം ആ സ്ഥലത്ത് ആ കളർ സ്കീം കൊണ്ടുവന്നാലും അതവിടെ വർക്കാവും. ഓ, അതൊരു ഷേപ്പ് കൊണ്ടുവന്നാലും അതവിടെ വർക്കാവും. ഓക്കെ. ഷേപ്പ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചെയ്യുന്നത് ആ അല്ലേ? നമ്മളിപ്പം മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എലമെന്റുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു മെറ്റൽ എലമെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വുഡ് എലമെന്റ് കൊടുക്കുക. ഉം. അപ്പോൾ അത് പറ്റാത്ത ചില സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റെഡ് കാർപ്പറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൂ കാർപ്പറ്റ് കൊടുക്കുക. അങ്ങനെ കളർ സ്കീം കൊണ്ടുവന്ന് ചെയ്യാറ്. സർ, ഇപ്പൊ ഈ വാസ്തുപരമായ പ്രശ്നങ്ങൾ പറഞ്ഞത് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് അതിൽ ഒരു കറക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടും വലിയ വലിയ റിസൾട്ടുകൾ ഫംഗ്ഷനിൽ കൂടി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഉം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഗൃഹനാഥൻ ഒരു റൂമിൽ കിടക്കുന്നു. അപ്പോൾ ആ വീട്ടിലത്തെ 2 ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്നു. വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നിൽക്കുമ്പോഴത്തേക്കിന് വീട് വെച്ച കാലഘട്ടവും അതിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ ഗൃഹനാഥൻ കിടക്കുന്ന ബെഡ്റൂമിൽ മോശം സ്റ്റാർ ആണ് നിൽക്കുന്നതെന്ന് കരുതുക. ഉം, അതേസമയം മറ്റൊരു റൂമിൽ നല്ല സ്റ്റാറും ഉണ്ടെന്ന് കരുതുക. ഗൃഹനാഥൻ ഈ റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് മാറുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിയാനായിട്ട് ഉം, സാധിക്കും. ഉം. ഒരു വീട്ടിലെ 2 റൂമിലും 2 മോശം സ്റ്റാർ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ബെഡ്റൂമിൽ നല്ല സ്റ്റാർ ഉണ്ടായിരിക്കുകയും മറ്റൊരു ബെഡ്റൂമിൽ മോശം സ്റ്റാർ നിൽക്കുകയും ചെയ്യും. ഇവരുടെ ഒരു സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഇവർ അനുഭവിക്കേണ്ട ഗ്രഹപ്പിഴകൾ കൊണ്ടോ ഇവർ ആ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോഴായിരിക്കും ഇവർ ഇതെല്ലാം ബാധിക്കുന്നത്. മറ്റേ നല്ല സ്റ്റാറുള്ള ബെഡ്റൂം ഒരുപക്ഷെ അവിടെ കാര്യമായി കിടക്കുകയായിരിക്കും. അപ്പൊ ഗൃഹനാഥൻ ആ റൂമിലേക്ക് ഒന്ന് മാറിയാൽ തന്നെ ഈ ഒരു ചേഞ്ച് അവർക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് മാറുമ്പോൾ ഉള്ള ഒരു വ്യത്യാസത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് അത്ര മാറുമ്പോൾ തന്നെ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് അതിന് മാറുമ്പോൾ തന്നെ ഒരു ചെറിയ വ്യത്യാസം അനുഭവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഒരു കൺസൾട്ടന്റ് ചെയ്യാൻ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഇവർ കാണുന്ന ഒരു കാഴ്ച അല്ല ഒരു ഫെങ്ഷി കൺസൾട്ടന്റ് കാണുന്ന കാഴ്ച. അപ്പോൾ ഒരുപാട് വ്യത്യാസമായിരിക്കും. അപ്പോൾ ചെറിയ അവർ വിചാരിക്കുന്ന കണക്ക് ഒരുപാട് പൊളിച്ചു പണികളോ ഇടിച്ചു നിർത്തലുകളോ ഇതിനകത്ത് വേണ്ട. ചെറിയ ചെറിയ കറക്ഷൻസ് കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ നേടാനും സാധിക്കും. ഇനി റൂമിന്റെ കാര്യം, ഇപ്പൊ നമുക്ക് ഫെങ്ഷോ പ്രകാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുവാ നമ്പർ ഉണ്ട്. അതായത് എല്ലാ വ്യക്തിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് 1 മുതൽ 9 വരെ നമ്പറുകളിൽ ഒരു നമ്പർ ഇവിടെ കുവാ നമ്പറായിട്ട് വരും. ഇപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് ഒരു ഗൃഹനാഥൻ കിടക്കുകയാണ്. ഗൃഹനാഥൻ കിഴക്ക് തലവെച്ചാണ് കിടക്കുന്നത്. ഞാൻ ഫെങ്ഷിയാണ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കിഴക്ക് തലവെച്ച് കിടക്കുന്നു. അപ്പോൾ ഈ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുമ്പോഴത്തേക്ക് ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കുവാ നമ്പർ 8 ആണെന്ന് കരുതുക, അല്ലെങ്കിൽ 7 ആണെന്ന് കരുതുക. ഈ 8നോ 7നോ ഈസ്റ്റ് ഒരു ഗുഡ് ഡയറക്ഷൻ അല്ല. ഈ റൂമിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ബെഡ് തിരിച്ചിട്ടിട്ട് ഇദ്ദേഹം വെസ്റ്റിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മാറ്റം ഉണ്ടാവും. കാരണം ഫുങ്ഷോയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഗൃഹനാഥന് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും 4 ഭാഗ്യ ദിക്കുകളും 4 ദോഷപ്പെട്ട ദിക്കുകളും ഉണ്ട്. അപ്പൊ അവരവരുടെ ഭാഗ്യ ദിക്കുകളിലേക്ക് നമ്മൾ നോക്കിയിരിക്കുകയോ ആ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാം നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതേസമയം ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷനിലേക്കാണ് തലവെച്ച് കിടക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഗൃഹനാഥന്റെ കുവാ നമ്പർ 8 ആണ്. ഗൃഹനാഥ് ഈസ്റ്റിലേക്കാണ് തലവെച്ച് കിടക്കുന്നതെങ്കിൽ ഇദ്ദേഹം ദൗർഭാഗ്യങ്ങളാണ് റിസീവ് ചെയ്യുന്നത്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെല്ലാം നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇദ്ദേഹത്തിന്റെ കിടത്ത ആ റൂമിൽ തന്നെ ഈസ്റ്റ് എന്നുള്ളത് വെസ്റ്റിലേക്ക് മാറിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻസിലേക്ക് ഹെഡ് വന്നു. അപ്പൊ ഒരുപാട് സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ആ ഒരു കിടത്തയിലൂടെ തന്നെ സാധിക്കും. അപ്പൊ ആ രീതിക്ക് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇപ്പൊ വാസ്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടപ്പോ ഞാൻ തന്നെ അതാലോചിച്ചു, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതാണ് പറഞ്ഞത്. നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് നമുക്കിപ്പോ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞ അറിവുകളെക്കാൾ ഒരുപാട് വലുതാണ് ഫെങ്ഷി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെത്. അപ്പം അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഇതുകൊണ്ട് തീരില്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളൊരു ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. ഒരു ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ആ ബെഡ്റൂമിൽ ഇപ്പൊ ഒരു വീട്ടിലേക്ക് കൺസൾട്ടിങ് ചെന്നപ്പോഴത്തേക്ക് ആ ബെഡ്റൂമിൽ ഒരു അക്വേറിയം വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വീടാണ്. ബെഡ്റൂമിനകത്ത് അക്വേറിയം പാടില്ല. അതും ആ ഇരിക്കുന്ന ഡയറക്ഷനും ബാഡ് ഡയറക്ഷനാണ്. അവരുടെ സൗത്തിലാണ് ഇരിക്കുന്നത്. സൗത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും പേരും പ്രശസ്തിയും എല്ലാം നശിക്കും. മാത്രവുമല്ല ബെഡ്റൂമിനകത്ത് അക്വേറിയം പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞോ അറിയാത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിന്റെ ഡയറക്ഷൻ, അത് ഗൃഹനാഥന്റെ ഭാഗ്യ ദിക്കിലേക്ക് എന്റെ നോവ് വരണമെന്നുണ്ട്. ആ രീതിക്ക് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. അങ്ങനെ വീടിന്റെ ഓരോ മുക്കും മൂലയും പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്
ഫംഗ്ഷനിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരും ശ്രദ്ധിക്കുക. വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാർ പറഞ്ഞ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ടും നിങ്ങൾക്കത് വ്യത്യാസം തോന്നുന്നില്ല എങ്കിൽ സാറിനെ പോലെ ഒരാൾ തീർച്ചയായും ഇവിടെ അവൈലബിൾ ആണ്. അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും ഇവിടെ ഉണ്ട്. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളും കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.